ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കേണ്ട എന്ന് തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇന്ന് രാവിലെയും ഒരാൾ മെസ്സേജ് ചോദിച്ചു, ചേട്ടാ ഇന്റർനാഷണൽ ലൈസൻസ് എടുത്ത് അങ്ങോട്ട് വന്നോട്ടെ, എങ്ങനെയെങ്കിലും ജീവിതം രക്ഷപ്പെടാൻ പറ്റുമോ, അവിടെ വണ്ടി ഓടിക്കാൻ പറ്റുമോ, ടാക്സി ഓടിക്കാൻ പറ്റുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. പക്ഷേ കാര്യങ്ങളൊക്കെ മൊത്തം മാറി മറിഞ്ഞിരിക്കുകയാണ് മാൾട്ടയിൽ. ഒന്നും നടക്കില്ല. അതിൽ തന്നെ ഇതാണ് എൻ്റെ ഇന്റർനാഷണൽ ലൈസൻസ്. ഇവിടെ ഇതുകൊണ്ട് ഏതെങ്കിലും പോലീസ് ഓഫീസർക്ക് കൊടുത്തു കഴിഞ്ഞാൽ വെറും പേപ്പറിന്റെ വില മാത്രമേ ഉള്ളൂ. ഇവർ പറഞ്ഞത് ഇതൊക്കെ ഇവിടുന്ന് ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് നിങ്ങൾ ഉണ്ടാക്കിയ സാധനമാണ്, ഒറിജിനൽ അല്ല എന്നാണ് പറയുന്നത്. രണ്ടാമത് പറഞ്ഞാൽ ഇതിന് രണ്ടാമത്തെ പേജിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഏത് രാജ്യത്താണോ നിങ്ങൾ ഇത് വെച്ച് ഓടിക്കുന്നത് ആ രാജ്യത്തിലെ നിയമങ്ങൾക്ക് മാത്രമാണ് മുൻഗണന, ഇത് അവിടെ ഓടിക്കാനുള്ള ഒരു സംഭവം മാത്രമാണ്. അതായത് നമ്മൾ ഈ നാട്ടിൽ വന്നിട്ട് ജസ്റ്റ് ഒരു ടൂർ പർപ്പസിനോ അല്ലെങ്കിൽ വിസിറ്റിങ്ങിനോ വന്ന ശേഷം 1-2 ദിവസം വാഹനം എടുത്ത് അങ്ങോട്ടോ ഇങ്ങോട്ട് പോകാനുള്ള ഒരു പെർമിഷൻ മാത്രമാണ് നൽകുന്നത്. ഒരു ജോലി ചെയ്യാൻ വേണ്ടി ത്രൂ ഔട്ട് 1 ഇയർ ഫുള്ളായിട്ട് വണ്ടി ഓടിക്കാനുള്ള പെർമിഷൻ ആക്ച്വലി ഇത് തരുന്നില്ല. ഒരു അലിഖിത നിയമമാണത്, എന്നാൽ പോലും തരുന്നില്ല. മാൾട്ടയിലെ നിയമപ്രകാരം ഇപ്പോൾ ടാക്സി ഓടിക്കാൻ ഇന്റർനാഷണൽ ലൈസൻസ് കൊണ്ട് പറ്റില്ല. പക്ഷേ ഞാൻ ഓടിക്കുന്ന തരത്തിലുള്ള ചെറിയ വാഹനങ്ങൾ ഇന്റർനാഷണൽ ലൈസൻസ് വെച്ച് ഓടിക്കുന്നതിന് ഇവിടുത്തെ ഗവൺമെന്റ് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ 1-2 പ്രാവശ്യം എന്നെ പോലീസ് പൊക്കിയപ്പോൾ ഞാൻ ഈ സാധനം കൊണ്ട് ചെന്നപ്പോൾ അവർ പറഞ്ഞത് ഇത് വെച്ച് ഇവിടെ വണ്ടി ഓടിക്കാൻ പറ്റില്ല, അടുത്ത പ്രാവശ്യം ഈ സാധനം കൊണ്ട് നിന്നെ കണ്ടു കഴിഞ്ഞാൽ നിന്നെ ഞങ്ങൾ സമ്മതിക്കില്ല എന്നവർ നിർബന്ധം പിടിക്കുകയാണ്. അത് മാത്രമല്ല, ഒരു ആക്സിഡന്റോ എന്തെങ്കിലും ഉണ്ടാവാൻ പാടില്ല, ഉണ്ടാവാതിരിക്കട്ടെ, എന്തെങ്കിലും ഉണ്ടായാൽ ഡ്രൈവിംഗ് വിത്തൗട്ട് ലൈസൻസ് എന്നുള്ള കാറ്റഗറി മാത്രമേ നമ്മൾ പെടുത്തുള്ളൂ. സോ ആ ആക്സിഡന്റിന്റെ കാഠിന്യം പോലെ ഇരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ. സോ ടോട്ടൽ റിസ്ക് ആണ്. അതുകൊണ്ട് ആരും ഇന്റർനാഷണൽ ലൈസൻസ് എടുത്ത് ഇവിടെ വന്ന് ജീവിതം പച്ചപ്പെടുത്താമെന്ന് ആരും വിചാരിക്കേണ്ട, നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. പിന്നെ അതുപോലെ തന്നെ ടാക്സിയുടെ കാര്യങ്ങൾ പറഞ്ഞാൽ ഈ കഴിഞ്ഞ ജൂൺ മാസം മുതൽ ടാക്സി ഓടിക്കുന്നവർക്ക് വളരെ വേറെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് വിട്. ടാക്സി ഓടിക്കുന്നവർക്ക് ഇന്റർനാഷണൽ ലൈസൻസ് വെച്ച് ടാക്സി ഓടിക്കാനുള്ള പെർമിറ്റ് കൊടുക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമം വന്നു. അതുപോലെ തന്നെ എം ബി ടി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മാൾട്ട പബ്ലിക് ട്രാൻസ്പോർട്ടിലും ഇതുപോലെ തന്നെ പിന്നെ നമ്മളെ ഈ ഒരു ഇന്റർനാഷണൽ ലൈസൻസ് വെച്ചിട്ട് ഇപ്പോൾ വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അറിഞ്ഞത്. അത് കാരണം കുറേ ആൾക്കാർ ജോലിയും കാര്യങ്ങളൊക്കെ പോവുകയും ചെയ്തു. അത് വേറെ വിഷയം, നമുക്ക് ആ ഒരു വിഷയത്തെക്കുറിച്ച് മറ്റൊരു വീഡിയോ സംസാരിക്കാം. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ഒരു സംഭവം അറിയാതെ നാട്ടിൽ നിന്ന് ഇപ്പോഴും ഒരുപാട് ആൾക്കാർ സ്റ്റുഡൻസ് ആയിട്ടും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലിക്കായിട്ട് ഇവിടെ വന്നിട്ട് ഡ്രൈവറായിട്ട് മാറാം എന്ന് ചിന്തിച്ച് വരുന്നവരുണ്ട്. അവരൊക്കെ വളരെ ശ്രദ്ധിച്ചിരിക്കുക. വരുന്നവർ മറ്റെന്തെങ്കിലും ഒരു കൈത്തൊഴിലോട് കൂടി പഠിച്ചിരിക്കുക. ഫോർ എക്സാമ്പിൾ ഫോക്ക് ലിഫ്റ്റ് ഓപ്പറേറ്ററോ, ഞാൻ കാണിച്ചത് എൻ്റെ മുമ്പിൽ തന്നെ ഇവിടെ ഫോക്ക് ലിഫ്റ്റ് വണ്ടി ഓടിച്ച് പൈസ ഉണ്ടാവും. ഫോക്ക് ലിഫ്റ്റോ ഇതിനൊന്നും പ്രത്യേകിച്ച് ഇവിടുത്തെ ലൈസൻസ് വേണമെങ്കിൽ പോലും ക്രെയിൻ ഓപ്പറേറ്റിങ്ങോ അതല്ലെങ്കിൽ മൊബൈൽ ടെക്നോളജി ഇല്ലേ, മൊബൈൽ റിപ്പയറിങ് സർവീസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ, അതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഹെയർ കട്ടെങ്കിലും പഠിച്ചിട്ട് ഇവിടെ വരുവാണെങ്കിൽ രക്ഷപ്പെടാം, ഉറപ്പാണ്. അതിനൊക്കെ മണിക്കൂറിന് നമുക്ക് നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന പണികളാണ്. അതുപോലെ എന്തെങ്കിലും കൈത്തൊഴിൽ പഠിച്ചിട്ട് ഇവിടെ വരുവാണെങ്കിൽ മെക്കാനിക്കുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് വരുവാണെങ്കിൽ ഇലക്ട്രീഷ്യൻ, പ്ലംബിംഗ്, അവർക്കൊക്കെ ഒരുപാട് വേക്കൻസികളുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലതാണ്. അല്ലാതെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് ഇന്റർനാഷണൽ ആക്കിയിട്ട് വന്നാൽ ഇവിടെ ജീവിതം രക്ഷപ്പെടുത്താം, ഇവിടെ വന്ന് MBT ഓടിക്കാൻ പറ്റും, ഇവിടുന്ന് ലൈസൻസ് എടുത്ത് ജർമ്മനിക്ക് പോകാം, നടക്കും. പക്ഷെ സമയമെടുക്കും. ഇവിടെ വന്ന് നമുക്ക് ആദ്യത്തെ ഒരു മാസം കയറില്ല, ചുമ്മാ റൂമിൽ കുത്തിയിരിക്കണമെങ്കിൽ തന്നെ 10-40,000 രൂപ വേണം. 10-40,000 രൂപ ഉണ്ടെങ്കിൽ നാട്ടിൽ സുഖമായിട്ട് ജീവിച്ചു പോകാം. അതാണ് അവസ്ഥ. അതുകൊണ്ട് തൊഴിലില്ലാതെ ഇവിടെ ജീവിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം നല്ലൊരു തൊഴിൽ കിട്ടണമെങ്കിൽ ഇന്റർനാഷണൽ വെച്ചിട്ട് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പാടാണ്. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ ഇതുപോലെ ഇന്റർനാഷണൽ എടുത്ത് പുറത്തേക്ക് പോയി ജീവിതം മെച്ചപ്പെടുത്താമെന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക, അവരെ ഈ കാര്യങ്ങൾ ഒന്ന് അറിയിക്കുക. നന്ദി.